നമസ്കാരം. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും 2025 ഫെബ്രുവരി മാസം 17-ാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുവാൻ വേണ്ടി വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മലയാള രീതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് കുംഭമാസം 5-ാം തീയതിയാണ് തിങ്കളാഴ്ച ദിവസം. ഇന്ത്യൻ രീതിയിൽ പറഞ്ഞാൽ മാഘമാസം 28-ാം തീയതിയാണ്. തിങ്കളാഴ്ച ദിവസം സൂര്യോദയ സമയം രാവിലെ 6:44, അസ്തമയ സമയം വൈകുന്നേരം 6:29. തിഥി പഞ്ചമി തിഥിയാണ്. പഞ്ചമി തിഥി ചൊവ്വാഴ്ച പുലർച്ചെ 4:54 വരെ ഉണ്ടായിരിക്കും. ഉദയാൽപരം നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രം ആരംഭിക്കുന്ന സമയം തിങ്കളാഴ്ച പുലർച്ചെ 4:33 AM എന്നുള്ള സമയത്താണ്. തിങ്കളാഴ്ച പുലർച്ചെയാണ്, അല്ലെങ്കിൽ തിങ്കളാഴ്ച 4:33 AM എന്നുള്ള സമയത്താണ് ഈ ചിത്ര നക്ഷത്രം ആരംഭിക്കുന്നത്. ചിത്ര നക്ഷത്രം അവസാനിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ ഉദയസമയം 6:44 അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ചിത്ര നക്ഷത്ര ജാതകരാണ്. ചിത്ര നക്ഷത്രത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ ആദ്യത്തെ 2 പാദങ്ങൾ കന്നിക്കുറിലും പിന്നീടുള്ള 2 പാദങ്ങൾ തുലാക്കുറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സമയം പറഞ്ഞു തരാം. അതായത് ഉച്ചകഴിഞ്ഞ് 2:33 വരെ, അതായത് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 2:33 വരെ ഉള്ള സമയമാണ് കന്നിക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദ നക്ഷത്ര സമയം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിത്ര നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പറയുന്നത്. ചിത്ര നക്ഷത്രപ്രകാരം തിങ്കളാഴ്ച ദിവസം വളരെ അനുകൂലമായി വന്നു ചേരുന്ന നാളുകാർ, അല്ലെങ്കിൽ ചിത്ര നക്ഷത്രം തിങ്കളാഴ്ച ദിവസം ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ നൽകുന്ന നാളുകാരെക്കുറിച്ചാണ് പറയുന്നത്. തിരുവോണം, അവിട്ടം, പൂരം, മകീരം, തിരുവാതിര, ആയില്യം, അത്തം എന്നീ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തിരുവോണം, അവിട്ടം, പൂരം, മകീരം, തിരുവാതിര, ആയില്യം, അത്തം എന്നീ നാളുകാർക്ക് വളരെ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് അശ്വതി, പൂയം, മകം, ഉത്രം എന്നീ നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. ഏതെങ്കിലും വിധത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ബാക്കിയുള്ള നാളുകാർക്കൊക്കെ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകൾ വളരെയേറെ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. പ്രതികൂലങ്ങളൊക്കെ അകപ്പെടാതെ ജീവിക്കുക, പ്രതിസന്ധിയിൽ അകപ്പെടാതെ ജീവിക്കുക, ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകാതെ നോക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ജ്യോതിഷം പറഞ്ഞു തരുന്നത്. ഇനിയും തിങ്കളാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ശുഭസമയം പറഞ്ഞുതരാം. തിങ്കളാഴ്ച ദിവസം രാവിലെ 6:44 മുതൽ 8:14 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് രാഹുവിൻ്റെ സമയമാണ്. പിന്നീട് 11:14 മുതൽ ഉച്ചകഴിഞ്ഞ് 3:44 വരെയുള്ള സമയവും വളരെ ഉത്കൃഷ്ടമായ ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വളരെ അനുകൂലമായ സമയമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക. ഇനി ഈ അധ്യായത്തിൽ പറയുന്നത് സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ സ്ഥിതി വെച്ചാണ്. തീയതി 17 ഒറ്റസംഖ്യ ആക്കുമ്പോൾ 8 വരെ, ഏതൊരു മാസത്തെ 8, 17, 26 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായൊരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. കൂടുതൽ ഉത്കൃഷ്ടമായ ഉത്തമമായ നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ വേണ്ടി കടുനീല, പച്ച, മഞ്ഞ എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അതോടൊപ്പം പേരിൽ FP എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്തമമായ ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ അവരെ തേടി വരുന്നൊരു ദിവസമായിരിക്കും ഈ തിങ്കളാഴ്ച ദിവസം. അപ്പോൾ നിറങ്ങളെ ആശ്രയിക്കുക. ഏതൊക്കെ നിറമാണ്? കടുനീല, കടുംപച്ച, മഞ്ഞ എന്നീ നിറങ്ങളെ ആശ്രയിച്ചാൽ നിറങ്ങളുടെ സ്വാധീനം കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ അനുകൂലമായ ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ വന്നു ചേരും എന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സംഖ്യാജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവർ അങ്ങനെയൊക്കെ ചെയ്യുക, ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ഇനിയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയട്ടെ. ഈ ചിത്ര നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ചിത്ര നക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകത, ചിത്ര നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ അത്തറ മാന്തും എന്ന് പലരും പറയുന്നുണ്ട്. ഞാൻ ഈയിടെ അടുത്ത കാലത്ത് ഒരു TV ചാനലിൽ കൂടെ ഒരാൾ പറയുന്നു, ചിത്ര നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിക്കുന്ന ആ വീടിൻ്റെ തറ മാന്തും, അല്ലെങ്കിൽ അവർ ആ വീട് വിട്ട് ഉപേക്ഷിച്ചിട്ട് പോകും. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ചിത്ര നക്ഷത്ര ജാതകർക്ക് അങ്ങനെ ജന്മന വന്നു ചേരുന്നൊരു കാര്യമാണ്. അവർ ജനിക്കുന്ന വീടും കുടുംബവും ആ ദേശമൊക്കെ വിട്ട് മറ്റൊരു സ്ഥലത്ത് അവർ പോയി ഭംഗിയായി സന്തോഷത്തോടുകൂടിയൊക്കെ ജീവിക്കുന്നുള്ളൊരു പ്രത്യേകതയാണ്. അപ്പോൾ ജീവിച്ച സാഹചര്യങ്ങളിൽ നിന്നൊക്കെ വളരെ മെച്ചപ്പെട്ട സാഹചര്യത്തിലേക്ക് അവർ പോകും. പരാജയം ഒന്നും വന്നു ചേരത്തില്ല. അതിലൊക്കെ നല്ലൊരു സാഹചര്യത്തിലേക്ക് പോകും. പക്ഷേങ്കിൽ അത് എങ്ങനെയോ ഏതെങ്കിലും പ്രശ്നത്താലോ ഒക്കെ അവിടെ വിട്ടു പോകേണ്ട ഒരു സാഹചര്യം അവരെ തേടി വരുമെന്നുള്ളത് സത്യമാണ്.
അപ്പോൾ ഈ തിങ്കളാഴ്ച ദിവസം ചിത്ര നക്ഷത്രപ്രകാരം ധനപരമായ നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ചിത്ര നക്ഷത്രപ്രകാരം അനിഴം, അത്തം, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി, ഭരണി, മകയിരം, പൂയം, പൂരം, ചിത്ര ഇത്രയും നാളുകാർക്ക് ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ വളരെ അനുകൂലമായൊരു ദിവസമാണ്. ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. അവർക്ക് അനുകൂലമായൊരു നക്ഷത്രമാണ്. ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുവാൻ അനുകൂലമായൊരു നക്ഷത്രമാണ് ചിത്ര നക്ഷത്രം. ഈ പറഞ്ഞ നാളുകാർക്ക് ഏതൊക്കെ നാളുകാർക്കാണ്? അനിഴം, അത്തം, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി, ഭരണി, മകയിരം, പൂയം, പൂരം, ചിത്ര ഇത്രയും ആൾക്കാർക്ക് ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്നൊരു ദിവസമാണ്. ഒരു രൂപ പോലും കയ്യിലില്ലെങ്കിൽ കടം ചോദിച്ചാൽ കിട്ടും, തിരിച്ചു കൊടുക്കാൻ പറ്റും. ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ്. അന്നത്തെ ദിവസം ഒരു വാഹനം തവണയായിട്ട് എടുത്ത്, അതായത് ഒരു 2 വീലർ തവണ വ്യവസ്ഥയിൽ എടുത്താൽ കൃത്യമായിട്ട് EMI അടയ്ക്കാൻ പറ്റും. അതൊക്കെ നേട്ടമാണ്. ആ ദിവസം എടുക്കണം. അതുപോലെ അന്നൊരു വായ്പ എടുത്താൽ കൃത്യമായിട്ട് തവണ അടയ്ക്കാൻ പറ്റും. അതൊക്കെയാണ് ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസങ്ങൾ, അനുകൂലമായ ദിവസങ്ങൾ. ഞാനിതൊക്കെ വെറുതെ പറയുന്നതല്ല കേട്ടോ. ഇത് ചുമ്മാ ഒരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതല്ല. പലരും ഇങ്ങനെ കമൻറ്റൊക്കെ ചെയ്യും. എൻ്റെ സ്വത്ത് വിവരങ്ങളൊക്കെ അന്വേഷിക്കണം, ഞാൻ യൂട്യൂബിൽ കൂടി കോടിക്കണക്കിന് രൂപ കള്ളത്തരം പറഞ്ഞ് സമ്പാദിക്കുന്നുണ്ട്, യൂട്യൂബുകാർ എനിക്ക് കോടിക്കണക്കിന് രൂപ തരുന്നുണ്ടെന്നൊക്കെ ചുമ്മാ ഓരോരുത്തർ ഇതിൻ്റെ ചാനലിൻ്റെ അടിയിൽ കമൻ്റ് ഇടും. ഇത് കേട്ടിട്ട് പലരും നിരാശപ്പെടുന്നവരുണ്ട്. പകൽ മുഴുവൻ പണിയെടുത്ത് കിട്ടുന്ന കാശിന് കള്ളം കുടിച്ചിട്ട് വൈകിട്ട് വീട്ടിൽ ചെന്ന് ജ്യോതിഷ ചാനൽ കണ്ട് ജ്യോതിഷ ചാനലിൽ നിന്ന് ജ്യോതിഷം വീഡിയോ ചെയ്യുന്ന ആളുടെ നമ്പർ എടുത്ത് ഫോണിൽ കൂടി തെറി വിളിക്കുന്ന ഒരുപാട് മഹാന്മാരുണ്ട്. വലിയൊരു കഴിവാണ് അവർക്ക് കേട്ടോ. സരസ്വതി ദേവി അവർക്ക് കൊടുത്ത വലിയൊരു അനുഗ്രഹമാണ്, ഭയങ്കര സാമർത്ഥ്യമാണ്. അപ്പോൾ അവർ വിചാരിക്കുന്നത് ഈ ഫോണിൽ കൂടെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ മേൽവിലാസം ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ലെന്നുള്ളതാണ്. ഇപ്പോൾ അവരുടെ മേൽവിലാസവും അവരുടെ ജനിച്ച സമയം മുതൽ മരണം വരെയുള്ള കാര്യങ്ങളെല്ലാം അറിയാനുള്ള സംവിധാനം ഉണ്ടെന്നുള്ളത് അവർക്കറിയത്തില്ല. നമ്മൾ ആ നമ്പറിൽ കൂടി അവരുടെ പേരും മേൽവിലാസവും എല്ലാം കണ്ടുപിടിച്ച് മനസ്സിലാക്കി അവരെ തിരിച്ചു വിളിച്ചിട്ട് പറയും, സഹോദര ഇനി ഇത് ആവർത്തിക്കരുതെന്ന് പറയും. അപ്പോഴാണ് സഹോദരൻ്റെ വീട്ടുപേര് ഇതല്ലേ, സഹോദരൻ്റെ പോസ്റ്റ് ഓഫീസ് ഇതല്ലേ, സഹോദരൻ ഈ സ്കൂളിലല്ലേ പഠിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പിന്നെ സഹോദരൻ അത് ഉപേക്ഷിക്കും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അവരുടെ ജീവിതത്തിൽ അവരെ നല്ല നിലയിൽ എത്തിക്കണമെന്നുള്ളൊരു ചിന്താഗതി അവർക്കില്ല. അവരുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ പകൽ മുഴുവൻ പണിയെടുക്കുക, കിട്ടുന്ന കാശ് കൊണ്ട് കള്ള് കുടിക്കുക, വൈകിട്ട് വീട്ടിൽ ചെല്ലുക, ഫോൺ എടുക്കുക, യൂട്യൂബ് ഓപ്പൺ ചെയ്യുക, ജ്യോതിഷ ചാനൽ കാണുക, കണ്ടിട്ട് ജ്യോത്സ്യനെ വിളിക്കുക, ജ്യോത്സ്യനെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കുക. വലിയൊരു കഴിവാണ്. അങ്ങനെയുള്ള ഒരുപാട് മഹാന്മാരുണ്ട്. അവരുടെയൊക്കെ പേര് തെളിയും, അഡ്രസ്സ് തെളിയും, വീട്ടുപേര് തെളിയും, ആധാർ നമ്പർ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ സ്നേഹമായിട്ട് അവരെ വിളിച്ച് സംസാരിക്കും. ഇങ്ങനെ ചെയ്യരുത്, ഇനി ആവർത്തിക്കരുത്, തെറ്റാണ്, മോശമാണെന്നൊക്കെ പറയും. അപ്പോൾ അവർ വിചാരിക്കുന്നത് എനിക്ക് കോടിക്കണക്കിന് രൂപ യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടുന്നുണ്ട്, അപ്പോൾ ആ കോടിക്കണക്കിന് രൂപ ഇങ്ങനെ കള്ളം പറഞ്ഞ് ഒപ്പിക്കുന്നതാണെന്നൊക്കെയാണ് അവരുടെ വിചാരം. അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോകുന്നതല്ലേ. യൂട്യൂബുകാരെല്ലാവർക്കും കോടി കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്തേനെ. അപ്പോൾ അങ്ങനെയുള്ള അബദ്ധം കാണിക്കുന്ന ഒരുപാട് മഹാന്മാരും ഉണ്ട്. സമയദോഷം കൊണ്ടാണെന്ന് നമുക്ക് അവരോട് സഹതാപം തോന്നും. സ്നേഹമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നല്ല നിലയിൽ അവരെ ജീവിക്കാനുള്ള പ്രേരണ കൊടുക്കും. ഇങ്ങനെ ഈ ചീത്ത വിളിക്കുന്നവർക്കൊരു പ്രത്യേകതയുണ്ട്. അവർക്ക് ഭാര്യയില്ല, മക്കളുമില്ല. അവരൊക്കെ പിണങ്ങിപ്പോയി ഇയാൾ ഒറ്റത്തടിയായിട്ട് തല്ലിപ്പുള്ളിയായിട്ടൊക്കെ ജീവിക്കുകയാണ്. കിട്ടുന്ന കാശിന് കള്ള് കുടിച്ച് ഇങ്ങനെ ജീവിക്കുകയാണ്. പിന്നെ പോയിട്ട് അദ്ദേഹത്തിൻ്റെ പകയും വൈരാഗ്യവും ഒക്കെ തീർക്കുന്ന യൂട്യൂബ് ചാനലിൽ കൂടിയാണ്. ഈ അസ്ട്രോളജറെയാണ് ചീത്ത വിളിച്ച് അയാളൊരു ആനന്ദം കണ്ടെത്തുന്നത്. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മേൽവിലാസവും എല്ലാം നമുക്ക് ഫോണിൽ കൂടി തന്നെ അതൊക്കെ ശേഖരിക്കാൻ പറ്റും. അതുപ്രകാരം അവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് പരിഹരിച്ചു പോകുന്നത്. അവരെ ഒരു നല്ല നിലയിലേക്ക് എത്തിക്കുന്നു. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വിശ്വാസത്തോടു കൂടി ഈ ചാനൽ കാണുക. എല്ലാ പ്രിയപ്പെട്ടവരും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.